ഇന്നൊരു പ്രമുഖന്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെയും അതുപോലെയായിരുന്നു. എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ നമ്മൾ ഓരോരുത്തരെയായി. അതെ, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേ ഒരു ദാദ സൗരവ് ഗാംഗുലിക്ക് 52ാം ജന്മദിനം. ലോർഡ്സിൽ പിറന്ന ദൈവം, നിർഭയനായ നായകൻ, യുവതാരങ്ങളുടെ രക്ഷകൻ എന്നിങ്ങനെ വിശേഷണങ്ങളേറെയാണ് അദ്ദേഹത്തിന്. അഹങ്കാരി എന്ന വിളിയെ അലങ്കാരമാക്കി മാറ്റിയ വ്യക്തി കൂടിയാണ് സൗരവ് ശാന്തിദാസ് ഗാംഗുലി. നാറ്റ് വെസ്റ്റ് ട്രോഫി ഫൈനലിലെ വിജയത്തിനു ശേഷമുള്ള ജേഴ്സി ഊരിയുള്ള വിജയാഹ്ലാദം മാത്രം മതി ഗാംഗുലി എന്ന വീറുറ്റ നായകനെ അടയാളപ്പെടുത്താൻ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന ഗാംഗുലി ഫിയർലെസ് ക്രിക്കറ്റ് എന്താണെന്ന് ടീമിനു കാണിച്ചു തന്ന നായകൻ കൂടിയാണ്. നാട്ടിലെ പുലികളായിരുന്ന ഇന്ത്യയെ വിദേശത്തും നിർഭയരായി കളിക്കാൻ പ്രചോദിപ്പിച്ചത് ദാദയായിരുന്നു. ഒത്തുകളി വിവാദത്തിലകപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രതിസന്ധിയിൽ നിൽക്കവേ നായകസ്ഥാനം ഏറ്റെടുത്ത ഗാംഗുലി പിന്നീട് എന്തിനും തയ്യാറായ പോരാളികളെ ഉൾപ്പെടുത്തി പുതിയൊരു ടീമിനെ ഉടച്ചു വാർക്കുകയായിരുന്നു. യുവതാരങ്ങളെ ചേർത്ത് പിടിച്ച് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖച്ഛായ മാറ്റി. ഹർഭജൻ സിംഗും വീരേന്ദർ സെവാഗും MS ധോണിയും സഹീർ ഖാനും ഇർഫാൻ പഠാനുമെല്ലാം ഗാംഗുലിയുടെ തണലിൽ വളർന്നു പന്തലിച്ചവരാണ്. 4 വർഷത്തിനിടെ 3 ICC ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് ടീമിനെ നയിച്ച ഗാംഗുലി പോരാട്ട വീര്യത്തിന്റെ ഇന്ത്യൻ മുഖമായിരുന്നു. 113 ടെസ്റ്റുകളും 311 ഏകദിനങ്ങളും ദാദ ഇന്ത്യക്കായി കളിച്ചു. ടെസ്റ്റിൽ 7212 റൺസും ഏകദിനത്തിൽ 11363 റൺസും സ്വന്തമാക്കി. ടെസ്റ്റിൽ 16ഉം ഏകദിനത്തിൽ 22ഉം സെഞ്ചുറികളാണ് ഗാംഗുലി അടിച്ചുകൂട്ടിയത്. തന്റെ നല്ല കാലം കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ ആരുടെയും പഴികൾക്ക് കാത്തുനിൽക്കാതെ 2008 നാഗ്പൂർ ടെസ്റ്റോടെ അദ്ദേഹം പടിയിറങ്ങുകയും ചെയ്തു. അതിനുശേഷം 4 വർഷം ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി ദാദ 2019 BCC അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു. എടുത്തുകാട്ടാൻ ലോക കിരീടങ്ങളില്ല. പക്ഷേ സച്ചിൻ, ധോണിക്കും കോഹ്ലിക്കുമൊപ്പം ഗാംഗുലിക്ക് ആരാധകർ ഉണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ പതറിയ ഇന്ത്യൻ ടീമിനെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ച നിർഭയനായ നായകൻ അദ്ദേഹമാണ്, സൗരവ് ചന്ദിദാസ് ഗാംഗുലി. സ്പോർട്സ് ഡെസ്ക്, ജനം.